ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुमा श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोऽस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी क्षपानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवे नमः। ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणि प्रचारिणे निर्विशून्यवाणि पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. കേൾക്കുന്നില്ലേ എല്ലാവർക്കും? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അസ്മിത മാതാജി. മാതാജി മ്യൂട്ടിലാണ്. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. പ്രഭു ഇന്നത്തെ ശ്ലോകം 1 സെക്കൻഡ്, ഞാൻ ഇവിടെ ഇലക്ട്രിസിറ്റി പോയിട്ട് ഒന്നതായതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. श्री भगवानुवाच काम एष क्रोध एष रजो गुणा समुद्भवा महासनो महाप्राप्मा विद्येनम इह वैरिणाम. श्री भगवानुवाच काम एष क्रोध एष रजो गुणा समुद्भवा महासनो महापाप्मा विद्येनम इह वैरिणाम. ओके स्मिता माताजी. ഹരേ കൃഷ്ണ പ്രഭു. അത് എത്രാമത്തെ ശ്ലോകാണ്? ഹരേ കൃഷ്ണ. ഇത് 37. 3:37. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീ ഭഗവാൻ വാച കാമേഷ ക്രോധേഷ രജോ ഗുണ സമുദ്ഭവഃ മഹാത്മനോ മഹാശനോ മഹാപാപ്മാ വിദ്യാനമിക വൈരിണം. ഹരേ കൃഷ്ണ. मंगला माता जी. हरे कृष्ण. नमो भगवते वासुदेवाय. श्री भगवानुवाच काम एष क्रोध एष रजो गुण समुद्भव महाशनो महापाप्मा वैराहं. श्यामला माता जी. हरे कृष्णा. ओम नमो भगवते वासुदेवाय. भगवानुवाच काम एष क्रोध एष रजो गुण समुद्भवः महाशनो महापाप्मा विद्यामिह वैरिणम्. അതിന്റെ ട്രാൻസ്ലേഷൻ വായിച്ചോളൂ മാജി. ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, രജോ ഗുണവുമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണ് ഇങ്ങനെ ധരിപ്പിക്കുന്നത്. എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഇഹലോകത്തെ ശത്രു. ഹരേ കൃഷ്ണ. Very good. The Supreme Personality of Godhead said, it is lust only, Arjuna, which is born of contact with the material mode of passion, later transformed into wrath, and which is the all-devouring sinful enemy of the
ഭഗവാൻ അർജുനോട് പറയുന്നത് ലസ്റ്റ്, അതാണ് എല്ലാത്തിൻ്റെയും കാരണം. അതാണ് ഇവിടെ കാമയേശ ക്രോധയേശ. കാമത്തിനാണ് എല്ലാം ഉത്ഭവിക്കുന്നത്. ഓക്കെ, അതിൻ്റെ പിന്നീടുള്ളതും വളരെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേഴ്സാണ്. അപ്പോൾ കാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ. ഓക്കെ, ഈ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഓക്കെ, അത് നമുക്ക് ഒരു 5 P's, എല്ലാം സ്റ്റാർട്ടിങ് വിത്ത് പി. ഇംഗ്ലീഷിൽ 5 P ആണ്. ഒന്ന് എന്താണ്? പെന്നി. പെന്നി എന്ന് പറഞ്ഞാൽ പൈസ, മണി. സിംഗിൾ പെന്നി പറയില്ലേ, പെന്നി പൈ. പിന്നെന്താണ്? പൊസിഷൻ. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഞാൻ മിനിസ്റ്ററാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, ആ പദവി. പിന്നെ പൊസഷൻസ്, വലിയ ബംഗ്ലാവുണ്ട്, വലിയ കാറുണ്ട്, ധനമുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ പീപ്പിൾ. പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോളോവേഴ്സ്. നമുക്ക് കുറേ ആൾക്കാർ, കിങ്കരന്മാരുണ്ടായി, കിങ്കരിമാരുണ്ടായി. പിന്നെ പ്ലഷേഴ്സ്. പ്ലഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയാസ്വാദനം, ശബ്ദ, സ്പർശ, രസ, രൂപഗന്ധ, അല്ലേ? ഇതിലൂടെ കിട്ടുന്ന പ്ലഷേഴ്സ്. അപ്പൊ എന്താണ്? 5 പിഞ്ചിങ് പോയിന്റ്സ്, 5 പിഞ്ചിങ് ഏജൻസ്. അതായത് പെന്നി, പൊസിഷൻ, പൊസഷൻസ്, പീപ്പിൾ, പ്ലഷർ. ഫസ്റ്റത്തെ ഏതാ പറഞ്ഞു പ്രഭു? പെന്നി എന്ന് പറഞ്ഞാൽ മണി. അതായത് എന്താ പെന്നി എന്ന് ഉപയോഗിക്കാൻ കാരണം? ഇംഗ്ലീഷുകാരെന്നല്ലേ നമ്മളെ ഭരിച്ചിരുന്നത്. ഇപ്പൊ അവിടെ എന്താ അവർ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് പെൻസ്, പെന്നി. അപ്പൊ അത് നമ്മൾ കടമെടുത്തിരിക്കുകയാണ്. നമ്മളൊക്കെ പറയുമ്പോൾ പൈസ, ഒരു പൈസയും കൂടി ഇല്ല എന്ന് പറയും. അവരൊക്കെ എന്താ പെന്നി. ഇംഗ്ലീഷുകാരുടെ ആ ഒരു രീതി നമ്മൾ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നു. പെന്നി, പൊസിഷൻ, പൊസഷൻസ്, പീപ്പിൾ ആൻഡ് പ്ലഷേഴ്സ്. ഇതാണ് നമ്മളുടെ പിഞ്ച് ചെയ്യുന്നത്. നമ്മളെ ഈ രജോ ഗുണത്തിലേക്ക് കൊണ്ടിരിക്കാനുള്ള കാരണം തന്നെ ഇതാണ്. പൊസിഷനും പിന്നെ പീപ്പിൾ പറഞ്ഞ ആൾക്കാരാ, ജനക്കൂട്ടം, നമ്മളുടെ പിൻഗാമി, നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ ഫാൻസ്, നമ്മുടെ ബന്ധുക്കളെ. പീപ്പിൾ. പദവിക്ക് എന്താ പറഞ്ഞേ? എന്താണ് പദവിക്ക് എന്താ ഇംഗ്ലീഷിൽ പറഞ്ഞത്? പൊസിഷൻ പറഞ്ഞ പദവി. ഞാൻ ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററാണ്, ചീഫ് മിനിസ്റ്ററാണ്, വലിയ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, അങ്ങനെയുള്ള ഒരു പദവിയില്ലേ. അപ്പൊ അതിനെ കൊണ്ട് അതാണ് നമ്മളുടെയൊക്കെ ആക്ച്വലി നമ്മൾ ഈ അഹങ്കാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ എന്താ സംസാരിക്കുക കാരണം വെച്ചാൽ ഇവിടെ പറയുന്നത് എന്താണ്? മിസ്സായിണ്ട്. പദവി അല്ലാണ്ട് വേറെ എന്തോന്നും കൂടി മിസ്സായി, രണ്ടാമത്തെ തോന്നുന്നു. പെന്നി, പൊസിഷൻ, പൊസഷൻസ്. പൊസഷൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത്, ധനം, വീട്, കാറ്, നമ്മളുടെ പൊസഷൻസ്, സ്വത്ത്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. അപ്പൊ വീണ്ടും പറയാം, പെന്നി പറഞ്ഞാൽ പൈസ, പൊസിഷൻ എന്ന് പറഞ്ഞാൽ പദവി, പൊസഷൻ എന്ന് പറഞ്ഞാൽ സ്വത്ത്, നമ്മുടെ വീട്, കാറ്, അങ്ങനത്തെ ഉള്ള ഓരോ ശേഖരണം. പിന്നെ പീപ്പിൾ, ആൾക്കാരുടെ ബലം, ആൾബലം. പിന്നെ പ്ലഷേഴ്സ് വരുന്ന ശബ്ദ, സ്പർശ, രസ, രൂപഗന്ധ, നമ്മളുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ കിട്ടുന്ന ഈ ആനന്ദം. അപ്പോൾ എന്താണ് പറയുന്നത് ഇവിടെ? ഇതെല്ലാം മോഡ് ഓഫ് പാഷൻ, രജോ ഗുണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതെല്ലാം രജോ ഗുണത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് ഈ ലസ്റ്റ് വരുന്നത് രജോ ഗുണത്തിൽ നിൽക്കുമ്പോഴാണ്. ലസ്റ്റ് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഭോഗിക്കാനുള്ള ആഗ്രഹങ്ങൾ. നമ്മൾ ഒരുപാട് ഭൗതിക തലത്തിലുള്ള ഇച്ഛകൾ ഉണ്ടാവും, അത് ആഗ്രഹിക്കാനുള്ള ആ ഒരു ഇതാണ് ലസ്റ്റ്. ശരിക്കും ലസ്റ്റ് എന്താണ്? ഭഗവാന്റെ പ്രേമത്തിന്റെ അതായത് ഒരു പെർവേർട്ടഡ് റിഫ്ലക്ഷൻ,
പ്രതിബിംബമാണ്. ശരിക്കും നമുക്ക് വേണ്ടത് പ്രേമമാണ്. ആരോട്? ഭഗവാനോട്. പക്ഷെ അത് നിർഭാഗ്യവശാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളോടെല്ലാം ഒരു കാമമായിട്ട് മാറി. എന്താണ് ഇന്ദ്രിയങ്ങളെ? നമ്മുടെ ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കാനുള്ള ഒരു കാമമായിട്ട് മാറുന്നു. അത് നമ്മൾ രജോ ഗുണത്തിലാവുന്നതുകൊണ്ട്. അപ്പൊ നമ്മൾ തമോ ഗുണന്ന് രജോ ഗുണത്തിലേക്കും, രജോ ഗുണന്ന് സത്വ ഗുണത്തിലേക്കും, സത്വ ഗുണന്ന് ശുദ്ധ സാത്വിക സ്റ്റേജിലേക്കും എത്തണം. Okay. അപ്പൊ എല്ലാം പി ആണ്. അപ്പൊ ഇത് അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത് പെന്നി, പൊസഷൻസ്, പീപ്പിൾ ആൻഡ് പ്ലഷേഴ്സ്. പ്ലഷേഴ്സ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് എല്ലാവർക്കും സന്തോഷം ഇവിടുന്ന് കിട്ടുക ഇന്ദ്രിയങ്ങൾ വഴി അല്ലേ. അപ്പൊ ഇപ്പൊ കിട്ടുന്ന ആ സന്തോഷം ഭൗതിക തലത്തിലുള്ള സന്തോഷമാണ്. ഫ്ലിക്കറിംഗ് ആണ്, താൽക്കാലികമാണ്, വന്നും പോയി കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതന്നെ നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള സന്തോഷത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതേ 5 ഇന്ദ്രിയങ്ങൾ ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കുന്നു. ഇപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ സേവനത്തിൽ ഉപയോഗിക്കുന്നു. ഇതെല്ലാം നമ്മളെ വേണ്ട വിധത്തിൽ നമ്മൾ എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ പൈസ, നമ്മുടെ പദവികള്, നമ്മളുടെ സ്വത്ത്, നമ്മളുടെ ആൾക്കാരെ, പിന്നെ നമ്മളുടെ സന്തോഷം കണ്ടെത്താനുള്ള ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം നമ്മൾ വേണ്ട വിധത്തിൽ എൻഗേജ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, നമ്മളെ നാശത്തിലേക്ക് നയിക്കും. അതായത് 3 gates to hell അല്ലെ, 3 ഗേറ്റുകളുണ്ട് നരകത്തിലേക്ക്. ഏതൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം. കാമക്രോധ ലോഭം. ഇതാണ് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുവന്ന ഗേറ്റ്. അത് നമ്മൾ തുറന്നിട്ടിരിക്കുകയാണ്. മറ്റേ വാതിലാണ് അടച്ചിരിക്കുന്നു. ഭഗവാന്റെ വൈകുണ്ഠത്തിലേക്കുള്ള വാതിലടച്ചു, നരകത്തിലേക്ക് വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. എപ്പോ വേണം നമുക്ക് പോകാന്നുള്ളതിൽ. അപ്പൊ അതുകൊണ്ടാണ് ലസ്റ്റിനെ കൺട്രോൾ ചെയ്യണം. അപ്പൊ ഇതിന്റെ എല്ലാം കാരണം ലസ്റ്റ്, ഭൗതിക. അപ്പൊ ഈ ലസ്റ്റിന് എന്താണ്? അതിന്റെ ഗേറ്റ്സ് ഇതൊക്കെയാണ്. പൈസ എവിടെ ഉണ്ടോ അവിടെ ഉടനെ ചാടി വീഴും. എവിടെ പദവി ഉണ്ടോ ഉടനെ ചാടി വീഴും അല്ലേ. എവിടെ നമുക്ക് കൂടുതൽ സ്വത്ത് അവിടെ ചാടി വീഴും. എവിടെ നമുക്ക് ആൾക്കാരുടെ ഫോളോയിങ് ആണ് അവിടെ ചാടി വീഴും. അതേപോലെ എവിടെ നമുക്ക് ആനന്ദം കണ്ടെത്തുന്നുണ്ട് ഭൗതിക തലത്തില്, ഇതാണ് ലസ്റ്റിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നിർത്തണം. അപ്പൊ എങ്ങനെയാണ് ഇത് നമ്മളുടെ ഭക്തന്മാർ എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്തത്? അപ്പൊ ഇതെല്ലാം നമുക്ക് ഭഗവാന്റെ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പോ മൃഗാരി ഒരു ഉദാഹരണം. മൃഗാരി അങ്ങായിരുന്നു, ക്രൂരനായിരുന്നു. ആ മൃഗാരി ആ ക്രൂരനിൽ നിന്നും കമ്പാഷനറ്റായി അല്ലെ, വളരെ കാരുണ്യനമായി. ആര് കാരണം? നാരദമുനി ഹർഷം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മളുടെ ആ ഒരു ക്രൂവൽ മൈൻഡില്ലേ, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ സേവിക്കാനുള്ള, എൻജോയ് ചെയ്യാനുള്ള, അതിനെ ട്രാൻസ്ഫോം ചെയ്യണം, പരിവർത്തനം ചെയ്യണം. അതിന് ആര് വേണം? നമുക്ക് നല്ല ഡിവോട്ടി അസോസിയേഷൻ വേണം. നമ്മളുടെ തെറ്റായിട്ടുള്ള എല്ലാ പ്രവണതകളെയും മാറ്റിയിട്ട് നല്ല പ്രവണതയിലേക്ക് മാറ്റപ്പെടണമെങ്കിൽ നല്ല ഡിവോട്ടി. അവിടെ മൃഗാരിക്ക് നാരദ മഹർഷി കിട്ടിയതുകൊണ്ട് ഇത്രയും ക്രൂരനായിട്ടുള്ള മൃഗാരിയും കൂടിയും വളരെ കമ്പാഷനറ്റായി അല്ലേ, വളരെ വളരെ കാരുണ്യവാനായി. രഘുഗുണൻ വളരെ പ്രൗഡായിരുന്നു തൻ്റെ രാജപദവി കാരണം. ഞാൻ രാജാവാണ്, എനിക്ക് എന്തും ചെയ്യാം. പല്ലക്കിലേറ്റുമ്പോൾ ജഡഭരത മഹാരാജന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടം കാരണം അദ്ദേഹത്തിന് കുറച്ച് അസ്വസ്ഥത ഉണ്ടായി, ദേഷ്യം വന്നു, ശകാരിച്ചു. ആരാണ് ഇവൻ അറിയില്ല ഒരു പല്ലക്ക് കയറ്റാൻ വേണ്ടിയിട്ട്, ഇവനാണോ വെക്കുന്നത്, എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ വന്നപ്പോൾ അപ്പോഴാണ് ജഡഭരതൻ രഘുഗുണന് ശരിക്കുള്ള ആത്മതത്വങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഫിലോസഫി പറഞ്ഞു. അപ്പോ അങ്ങനെ അഹങ്കാരിയായിട്ടുള്ള ആ ഒരു രഘുഗുണ രാജാവ് എന്തായി? വളരെ ഹംബിളായി, ഹ്യൂമിലിറ്റി പേഴ്സണിഫൈഡ് ആയി അല്ലേ. അതേപോലെ ധൃതരാഷ്ട്രൻ വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. എല്ലാ ആസക്തിയും, ഭൗതിക തലത്തിലെ തന്നെ മക്കളോടുള്ള ആസക്തി പറഞ്ഞാൽ അവരുടെ സുഖത്തിന് വേണ്ടിയിട്ടും തൻ്റെ ഇന്ദ്രിയ സുഖത്തിന് കൊണ്ട് എന്തും ചെയ്യും. അങ്ങനെ അത്രയും ആസക്തിയുള്ള ആ ധൃതരാഷ്ട്രൻ അവസാനം വിതുരരുടെ വാക്ക് കേട്ടിട്ട് അതായത് അനാസക്തനായി അല്ലേ. ആരാണ് കാരണം? വിതുരൻ. അപ്പൊ എല്ലാ ഭക്തന്മാരെയും കൂട്ടുപിടിച്ചാൽ
നല്ല നല്ല ഭക്തന്മാരെ നമ്മൾ അസോസിയേഷൻ കിട്ടിയാൽ നമ്മുടെ അനാവശ്യമായിട്ടുള്ള ഈ ഭൗതിക തരത്തിലുള്ള ചിന്തകളെല്ലാം മാറി നമ്മൾ ആ ചീത്ത സ്വഭാവത്തിൽ നിന്ന് നല്ല സ്വഭാവത്തിലേക്ക് വരും, ചീത്ത പ്രവൃത്തിയിൽ നിന്ന് നല്ല പ്രവൃത്തിയിലേക്ക് വരും, ആഗ്രഹങ്ങളും എന്തായി ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ അസോസിയേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ലസ്റ്റ്, ഈ ആഗ്രഹങ്ങൾ, ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളെ അതിനെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി പ്രേമമാക്കി മാറ്റാൻ സാധിക്കും. ഭഗവാനോട് നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ, ശരിക്കും നമുക്ക് ഇഷ്ടമുണ്ടോ? നിങ്ങളുടെ ഓരോ അഭിപ്രായം പറയട്ടെ. മംഗളമാതാജി, ഭഗവാനോട് എത്ര ഇഷ്ടമുണ്ട്? അറിയില്ല റോജി. അല്ല, എങ്കിലും എത്ര ഇഷ്ടമുണ്ട്? 100% ഉണ്ടോ? 200% ഉണ്ടോ? 50% ഉണ്ടോ? എത്ര ഇഷ്ടമുണ്ട്? 100-ൽ 100 മാർക്ക് കൊടുക്കാലോ, ആ ഇല്ലേ? പക്ഷെ എന്നെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. പ്രഭു ചോദിക്കും അല്ല, അങ്ങനെ ആഗ്രഹം അങ്ങില്ലേ? 100-ൽ 100 ഇല്ലേ? ആഗ്രഹമുണ്ട് റോജി, ഒരുപാടുണ്ട്. ശ്യാമള മാതാജിക്കോ? എനിക്കിപ്പോ ഇന്നലെ വീഡിയോ ഇട്ടപ്പോഴാണ് ഞാനും തമ്മില് ഇങ്ങനെ ബന്ധമുണ്ടെന്ന് തോന്നുന്നത്. അല്ല, അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് ജസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഭഗവാനെ അങ്ങേയറ്റം ഇഷ്ടം. കാരണം ഭഗവാനില്ലാണ്ട് നമ്മളുടെ അസ്തിത്വം ഇല്ല. അപ്പൊ ആ ഭഗവാനെ നമ്മൾ 100% ഇഷ്ടപ്പെടുന്നു, അല്ലേ? സ്മിത മാതാജിക്കും അതേപോലെ തന്നെയല്ലേ? അപ്പൊ എല്ലാവർക്കും ഭഗവാനെ 100% ഇഷ്ടമാണ്, അതിന് യാതൊരു തർക്കവും. പക്ഷെ നമ്മൾ ഭഗവാനെ ഇഷ്ടമാണ് എന്നുള്ളത് നമ്മൾ ശരിക്കും ഒരു അവലോകനം ചെയ്യുകയാണെങ്കിൽ, ഇൻട്രോസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ല. കാരണം ഭഗവാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഭഗവാന്റെ എല്ലാ അംശങ്ങളോടും നമുക്ക് ഇഷ്ടം ഉണ്ടാവണം. അവിടെ നമുക്ക് അവരോട് ദേഷ്യം, ശത്രുത, അസൂയ, കുശുമ്പ് പാടില്ല. പക്ഷെ നമുക്കില്ലേ? അവരെ കണ്ടുകൂടാ, ഇവരെ കണ്ടുകൂടാ, അവരെ ഇഷ്ടമല്ല, ഇവരെ ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ ഇൻഡയറക്ട്ലി ഭഗവാനെ ഇഷ്ടപ്പെടുന്നില്ല. ഭഗവാനെ 100% ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഭഗവാന്റെ ഈ പ്രകൃതിയിലുള്ള, ഭഗവാന്റെ ഈ ഭൗതിക ലോകത്തിലുള്ള, നമ്മളിപ്പോ ഭൗതിക ലോകത്തിലാണല്ലോ, ഭഗവാന്റെ മറ്റ് മക്കളോട് നമ്മള് കുശുമ്പോ, അസൂയയോ, ശത്രുതയോ പാടില്ല. പക്ഷെ നമുക്കുണ്ട്. എന്താണ്? അവര് ഭഗവാന്റെ കാര്യങ്ങൾ അവര് ചെയ്യണമെന്ന് ഇഷ്ടമുണ്ട്. ഇപ്പൊ അവര് അതാണ് പറയുന്നത്. അവിടെ കണ്ടീഷൻ വെച്ചു. അവിടെ നമ്മൾ കണ്ടീഷൻ വെച്ചു. നമ്മൾ അതാണ് ചെയ്യുന്നതെല്ലാം. നമ്മൾ കണ്ടീഷൻ, അതായത് ഞാൻ ഒരാളെ ഇഷ്ടപ്പെടാം, കണ്ടീഷൻ ഇതാണ്. പക്ഷെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ആയിരിക്കണം. ഭഗവാൻ അതാണ് ആഗ്രഹിക്കുന്നത്, അൺകണ്ടീഷണൽ. പക്ഷെ നമ്മൾ ആ തലത്തിലേക്ക് വളർന്നില്ല, അത് വേറെ കാര്യം. അതിനൊക്കെ ഒരുപാട് ഉണ്ട്. പക്ഷെ ആക്ച്വലി ആ തലത്തിലേക്ക് നമ്മൾ എത്തണം എന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഒരാളെയും എത്ര തന്നെ ഒരു ക്രൂരനായാലും ശരി, അവരെ ക്രൂരത ആത്മാവല്ല ചെയ്യുന്നത്. അവരുടെ ക്രൂരത ആ ശരീരം അല്ലെങ്കിൽ ആ മനസ്സ്, ഗ്രോസ് ആൻഡ് സട്ടിൽ ബോഡിയിലാണ് അത് ഒതുങ്ങുന്നുള്ളൂ. ക്രൂരത ആത്മാവല്ല ചെയ്യുന്നത്. അപ്പോൾ ആ തലത്തിലേക്ക് നമ്മൾ ഇത് മനസ്സിലാക്കി വളരണം. അപ്പോഴേ നമുക്ക് ഭഗവാൻ ആഗ്രഹിക്കുന്ന തലത്തില് എല്ലാവരെയും ഒരേപോലെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി സുനി ചൈവ സ്വപാക്കേച്ച പണ്ഡിത സമദർശിനി. വിദ്യാവിനയ സമ്പന്നെ, അതായത് വിദ്യ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ആൾക്കാരെ വളരെ ഹമ്പിളായിരിക്കും. അവരെല്ലാവരെയും ഒരേപോലെ കാണും. നമുക്കത് കാണാൻ പറ്റുന്നില്ല, കാരണം നമുക്ക് ആ തലത്തിൽ വളർന്നിട്ടില്ല. നമ്മൾ അങ്ങനെ പണ്ഡിതനായിട്ടില്ല ഇതേവരെ. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ വിദ്യ കൊണ്ടും വിനയം കൊണ്ടും പണ്ഡിതനായിട്ടുള്ള ആ സ്റ്റേജിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ളത്, അവർക്ക് എല്ലാവരെയും ഒരേപോലെ കമ്പേഷനായിട്ട് കാണാൻ പറ്റും. നമ്മൾ തിയറിറ്റിക്കലി അക്സെപ്റ്റ് ചെയ്യുന്നും കൂടിയെങ്കിൽ അത് പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോഴും നമുക്ക് ഒരാളെ കാണുമ്പോൾ ഒരു മുഖം തിരിക്കാൻ തോന്നും, അല്ലേ? ഒരു സാധു, നിങ്ങൾക്ക് അറിയാവുന്നതാണ് സ്റ്റോറി. ഒരു സാധു കടത്തിൽ ഒരു മിനിറ്റ്, സത്സംഗമായിട്ട് കൂട്ട് വേണ്ടെന്നല്ലേ പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഇങ്ങനെ പിന്നാക്കം വെക്കണതാണ്. എന്താ പറഞ്ഞ മനസ്സിലായിട്ടില്ല. അസൽ സംഘമായിട്ട് പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ അധികം ഇതിന് പോവാത്തതാണ്. ഒരു സാധു നദീതീരത്ത് നടക്കുന്ന സമയത്ത് ഒരു തേള്
വെള്ളത്തിലേക്ക് പോകുമ്പോൾ അത് ഒഴുകി പോവാണ്. അപ്പൊ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധു ആ തേളിനെടുത്തിട്ട് കരയിലേക്ക് ഇടുന്നു. അപ്പോൾ ഒരു കടി എനിക്ക് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തേള് വീണ്ടും വെള്ളത്തിൽ പോയി. വീണ്ടും അതിനെ എടുക്കുന്നു, വീണ്ടും കടിച്ചു സാധുവിനെ. വീണ്ടും മൂന്നാമതും അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് അങ്ങനെ ചെയ്തപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾക്ക് നിങ്ങൾക്കറിയാം തേള് കടിക്കും അല്ലേ, എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ആ കടി കൊള്ളാൻ വേണ്ടി അതിനെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ഇടുന്നത്? അപ്പൊ സാധു പറഞ്ഞ എന്താണ്, തേളിന്റെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്താ വെച്ചാൽ അത് കടിക്കും എന്നുള്ളതാണ്. അതേപോലെ ഞാൻ സാധുവാണ്, മറ്റുള്ള സഹജീവികളെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു സാധുവിന്റെ കടമയാണ്. അപ്പൊ കടിക്കുന്നത് തേളിന്റെ ഇതാണെങ്കിൽ രക്ഷപ്പെടുത്തുന്നത് എന്റെ നേച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ഞാനൊരു മനുഷ്യനായതുകൊണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭഗവാന്റെ ആൾക്കാരാകുമ്പോ നമ്മളാണ് ചെയ്യോ, ഒരു പ്രാവശ്യം കടിച്ചാൽ അവനായി അവന്റെ പാടായി, ജീവിക്കുക മരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ, നമ്മൾ വിടില്ലേ? സത്യം. ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ അത്രയും വളരെ നല്ലൊരു ഡിവോട്ടി ആണെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ പിടിച്ചിട്ട് കിട്ടും. വീണ്ടും വീണ്ടും കടിക്കാൻ പറഞ്ഞാൽ നമ്മൾ അവിടെ വിടും. പക്ഷെ സാധു എന്താ ചെയ്യുന്നത്? അതാണ് വ്യത്യാസം. അപ്പൊ നമ്മള് ആസ്പയറിംഗ് ഡിവോട്ടിയാണ്, ആ തലത്തിലേക്ക് വളർന്നില്ല. അതാണ് ഭഗവാൻ പറയുന്നത്, വിദ്യാവിനയസമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസിനി സുനി ചൈവ സ്വപാക്കേച്ച പണ്ഡിത. ബ്രാഹ്മണനായാലും ശരി, പശു ആയാലും ശരി, അല്ലെങ്കിൽ ചണ്ടാലിനും ശരി, നായാലും ശരി, നായ തിന്നുന്ന ആളുകാരും ശരി, എല്ലാവരെയും ഒരേപോലെ കാണാൻ നമുക്ക് പറ്റില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഒരേപോലെ കാണുന്നു പറഞ്ഞാൽ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. സ്യൂട്ടബിൾ ട്രീറ്റ്മെന്റ് കൊടുക്കണം. കാണുന്നത് ഒരേപോലെ ആയിരിക്കണം, ഒരേ വിഷയം. കാരണം എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന ആ സോള്, ആത്മാവ് സച്ചിദാനന്ദമാണ്, ആ തലത്തിൽ ഭഗവാന്റെ അംശമാണെന്ന് കാണും. പക്ഷെ ആവരണം സിംഹമാണ്, മരമാണ്, അല്ലെങ്കിൽ മനുഷ്യനാണ്. അതുകൊണ്ട് സ്യൂട്ടബിൾ ട്രീറ്റ്മെന്റ്, ആ ദേഹത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നു. ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഇറ്റ് സെഡ് ഇറ്റ് ഈസ് ലസ്റ്റ് ഓൺലി. അതായത് കാമം മാത്രമാണോ അർജുന? അത് എങ്ങനെ കാമം വരുന്ന? ബോൺ ഓഫ് കോണ്ടാക്ട് വിത്ത് ദ മെറ്റീരിയൽ മോഡ് ഓഫ് പാഷൻ. രജോഗുണത്തിന്റെ ആ ഇതിൽ വരുമ്പോൾ, ആ ഒരു സ്പർശത്തിൽ വരുമ്പോഴാണ് ഈ കാമം ഉണർത്തപ്പെടുന്നത്. ആ കാമം നമ്മൾ സബലീകരിച്ചിട്ടില്ലെങ്കിൽ, ആഗ്രഹം നമ്മൾ സബലീകരിച്ചിട്ടില്ലെങ്കിൽ അതെന്തായി മാറും? ദേഷ്യമായിട്ട് മാറും. ദേഷ്യം എന്താണ്? പിന്നെ അതിനുള്ള അടുത്ത ശ്ലോകത്തിൽ വരും, ആൻഡ് വിച്ച് ഇസ് ഓൾ ഡെവറിങ്. അത് സിൻഫുൾ എനിമി ഓഫ് ദിസ് വേൾഡ്. അപ്പൊ എല്ലാത്തിനെയും അത് എന്താണ് പറയുക, വിഴുങ്ങ ചെയ്യുന്നത്. നമ്മളുടെ ഡിസ്ക്രിമിനേറ്റീവ് പവർ, എന്ത് ശരി എന്ത് തെറ്റ്, എന്ത് നല്ലത് എന്ത് ചീത്ത, ഇതൊന്നും മനസ്സിലാക്കാൻ ഉള്ള ആ ഒരു വിവേക ബുദ്ധി നമുക്കില്ലാതെ പോകും ഈ ലസ്റ്റ് കാരണം. That's a beautiful ശ്ലോക. കാമേശ ക്രോധേശ അല്ലേ? ബ്യൂട്ടിഫുൾ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കമന്റ്സ്? ഗസ്റ്റ് എന്ന് പറയുന്നത് കാമല്ലേ പ്രഭു? ഹരേ കൃഷ്ണ, കേൾക്കുന്നില്ലേ? ക്ലിയർ ആണോ? നമുക്ക് ശരിക്കുള്ള റെഗുലർ ക്ലാസ്സിൽ പോവാം. ഏതാണ് നമ്മുടെ 7 ആണോ അതോ 6 ആണോ? കേൾക്കുന്നുണ്ടോന്ന്? ഓ, അങ്ങനെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. കുഞ്ഞു സുന്ദരമാതാജ് എന്താ എഴുതിയിട്ടുള്ളത്? ഓൺ ചെയ്തില്ല. ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം പ്രഭുജി. എനിക്ക് കേൾക്കണ്ടേ, കാരണം ചിലപ്പോൾ കണക്ഷൻ പോയി. എനിക്ക് കേൾക്കുന്നുണ്ട്. വല്ലതും പറഞ്ഞോ? ഗസ്റ്റ് എന്ന് പറഞ്ഞ എന്താ പറഞ്ഞ? ഗസ്റ്റ് എന്ന് പറഞ്ഞ കാമല്ലേ പ്രഭു? അതെ അതെ, ലാസ്റ്റ് പറഞ്ഞ കാമം. കാമം പല തന്നെ. കാമം ഈ ഞാൻ പറഞ്ഞില്ലേ, 5 ഇന്ദ്രിയങ്ങളെയും നമ്മുടെ ഭൗതിക തലത്തിൽ സന്തോഷിപ്പിക്കുന്ന എല്ലാം കാമം തന്നെ. ആഗ്രഹങ്ങൾ, ഇന്ദ്രിയങ്ങളെ സന്തോഷിക്കാനുള്ള ആഗ്രഹങ്ങൾ, സന്തോഷിപ്പിക്കാനുള്ളത്. ശബ്ദ സ്പർശ രൂപ രസ ഗന്ധ,
ഓക്കെ. നമ്മുടെ റെഗുലർ ശ്ലോകം ഏതാണ്? 6-ലെ 25. 6-25. One second, let me. So, usually. Six 25, അല്ലേ? ഹരിബോൾ. ഉപരമേത് ബുദ്ധ്യാധൃതി ഗൃഹീതയാം ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. ശനൈ ഉപരമേത് ബുദ്ധ്യാധൃതി ഗൃഹീതയാം ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. മംഗളമാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശനൈ ഉപരമേത് ബുദ്ധ്യാ ധൃതിഗൃഹീതയാം ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. ശ്ലോകത്ര പ്രഭു? ശ്ലോകം 25 പറഞ്ഞത് മാതാജി. 6:25 അല്ലേ? അതല്ലേ? അതേ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശനൈ ഉപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശനൈ ഉപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വ. കേൾക്കുന്നില്ല മാതാജി? കറണ്ട് പോയിട്ടുണ്ട് ഇവിടെ, അതാവും. എല്ലാ ദിക്കിലും അത് വന്നും പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പ്രാവശ്യം അറിയാം. ഇപ്പൊ നമ്മുടെ ക്ലാസ് തുടങ്ങിയ ശേഷം 3 പ്രാവശ്യത്തെ പോയി. അതാണ് ഞാൻ TV-യിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് പോയി വരുന്ന സമയത്ത് കുറച്ചു നേരം എനിക്ക് കേൾക്കില്ല. വീണ്ടും അത് സെലക്ട് ചെയ്യണം. ഇവിടെയും പോയിട്ട് വരുന്നുണ്ട്. പോവാ വരെ എന്താണെന്ന് നോക്കുന്നു. ഓക്കെ. മംഗളമാതാജിന്റെ ട്രാൻസ്ലേഷൻ വായിക്കൂ. വിവർത്തനം. ദിവ്യപൂജ്യ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദിക്ക് ജയ ജയ ശീല പ്രഭുപാദ്. ക്രമേണ പടിപടിയായി വിശ്വാസം ധാർഢ്യമാർന്ന ബുദ്ധിയുടെ സഹായത്താൽ സമാധിസ്ഥനാകണം. മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കുക, അതായത് മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ. ഹരേ കൃഷ്ണ. ഹരിബോൾ. Gradually, step by step, one should become situated in trance by means of intelligence, sustained by full conviction, and thus the mind should be fixed on the self alone and should think nothing else. പതുക്കെ പടിപടിയായിട്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഒരു രാത്രി കൊണ്ട് നമ്മളൊരു ശുദ്ധ ഭക്തനാവില്ല. നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട് പല കൽമഷങ്ങളും നമ്മളുടെ മനസ്സിലുണ്ട്. അതിനൊക്കെ ശുദ്ധീകരിച്ചിട്ട് വേണം നമ്മളൊരു ഭക്തനാവണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മളുടെ മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കുക. അങ്ങനെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ വരാണ്. അതിനാണ് ട്രാൻസ് എന്ന് പറയുന്നത്. ട്രാൻസ് പറഞ്ഞാൽ ഭഗവാനും ഞാനും തമ്മിലുള്ള ആ ഒരേ ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ. വേറെ ഭൗതിക തലത്തിലുള്ള ഒരു ആഗ്രഹങ്ങളും ചിന്തകളും അപ്പം ഇല്ല. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. അതാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. The mind should be fixed on the self alone. ആത്മാവിൽ മാത്രം.
ആൻഡ് ഷുഡ് തിങ്ക് ഓഫ് നത്തിങ് എൽസ്. വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. നമുക്ക് അങ്ങനെ എത്ര ആൾക്കാർക്ക് അങ്ങനെ കഴിയും? മനസ്സിനെ ആത്മാവിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ട് വേറെ ഒന്നും നമ്മളെ ബോധർ ചെയ്യാൻ പാടില്ല, നമ്മളെ ബാധിക്കരുത്. ടോട്ടലി സിംഗിൾ പോയിന്റഡ് അറ്റൻഷൻ, ടോട്ടൽ അബ്സോർപ്ഷൻ. ഇതിന് എത്ര ആൾക്കാർക്ക് കഴിയും? അതും എസ്പെഷ്യലി ഇന്നത്തെ കളികാലത്ത് നമ്മൾ ജീവിക്കുന്ന ഹസിൽ ബസിൽ സിറ്റിയിലാണ് അല്ലേ? എല്ലാ ഗ്ലാമറും ഗ്ലിറ്ററുമുള്ള ഈ ലോകത്തില് നമുക്ക് എങ്ങനെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ പറ്റും ആത്മാവിൽ? ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ യോഗ അഭ്യസിക്കണമെന്നുണ്ടെങ്കിൽ, അത് എസ്പെഷ്യലി അഷ്ടാംഗ യോഗ അഭ്യസിക്കണമെങ്കിൽ ഇത് ഒരു മാനദണ്ഡമാണ്. ഇല്ലാണ്ട് നമുക്ക് ട്രാൻസിലെത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അർജുന ഇതെല്ലാം കേട്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവസാനം പറയുന്നുണ്ട്, കൃഷ്ണ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, എനിക്ക് ഇത് നമ്മളെ കൊണ്ട് മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, അത് ചഞ്ചലമാണ്. അപ്പൊ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിസ്റ്റമാണ്, യോഗ സിസ്റ്റമാണ്. എങ്കിലും നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അർജുനൻ ചോദിക്കുന്നത്, ഈ കാലത്ത് നിങ്ങളുടെ അഷ്ടാംഗ യോഗ സെഷൻ നടക്കില്ല. അപ്പൊ അതാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. So by proper conviction and intelligence, one should gradually cease sense activity. അപ്പൊ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല കൺവിക്ഷൻ വേണം, അതായത് വിശ്വാസം വേണം. അതില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ പ്രോസസ്സ് വർക്ക് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം, ഭഗവാനിലൊരു വിശ്വാസം വേണം. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഈ പ്രോസസ്സ്, ഈ വിധിവിധാനങ്ങള്, അതിൽ നമുക്ക് അടിയുറച്ച വിശ്വാസം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ക്രിയാകർമ്മങ്ങൾ ചെയ്യാൻ പറ്റൂ. എന്നിട്ട് പതുക്കെ നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയ ആക്ടിവിറ്റീസ്, ഇന്ദ്രിയ കർമ്മങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യണം. ദിസ് ഈസ് കോൾഡ് പ്രത്യാഹാരം. ബെസ്റ്റ് എക്സാമ്പിൾ ആമ അല്ലേ? ആമ ആവശ്യമില്ലാത്ത സമയത്ത് തൻ്റെ എല്ലാ അവയവങ്ങളും ഉള്ളിലേക്ക്, അതിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിലേക്ക് വലിക്കുന്ന പോലെ നമ്മൾക്ക് സ്പിരിച്വലി ഇവോൾവ് ആവണമെങ്കിൽ, ആധ്യാത്മിക തലത്തിൽ നമുക്ക് ഉന്നമനം വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭൗതിക ഇന്ദ്രിയങ്ങളെല്ലാം അതിനെ വിഡ്രോ ചെയ്യണം. ആ വിഡ്രോവലാണ് ഇവിടെ പ്രത്യാഹാരം എന്ന് പറയുന്നത്. അത്യാഹാര, പ്രത്യാഹാരം. അത്യാഹാരം പറഞ്ഞാൽ കൂടുതൽ ശേഖരിക്കുക, കൂടുതൽ എൻജോയ് ചെയ്യും. പ്രത്യാഹാരം അതിനെ വിഡ്രോ ചെയ്യുക. സോ ദ മൈൻഡ് ബീങ് കൺട്രോൾഡ് ബൈ കൺവിക്ഷൻ, മെഡിറ്റേഷൻ ആൻഡ് സെസേഷൻ ഫ്രം ദ സെൻസസ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ഇൻ ട്രാൻസ് ഓർ സമയം. അപ്പൊ എന്താണ് മനസ്സ്? ശ്രദ്ധ, കൺവിക്ഷൻ, ഫെയ്ത്ത്, അതിനാൽ കൺട്രോൾ ചെയ്യപ്പെടണം. ആ ശ്രദ്ധ ഇല്ലെങ്കിൽ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെന്താണ്? ധ്യാനം, മെഡിറ്റേഷൻ. സെസേഷൻ ഫ്രം സെൻസസ്, ഇന്ദ്രിയ ഭോഗത്തിൽ നിന്ന് വിഡ്രോ ചെയ്യണം, നമ്മൾ നിർത്തണം. ഇന്ദ്രിയ ഭോഗം ആഗ്രഹിക്കുക, അതേസമയം യോഗ അഭ്യസിക്കുക എന്ന് പറയുന്നത് രണ്ടും കൂടി നടക്കില്ല. അതുകൊണ്ട് യോഗയാണ് ആവശ്യമെങ്കിൽ നമ്മൾ ഇന്ദ്രിയ ഭോഗത്തിൽ നിന്ന് വിരമിക്കണം. എന്നിട്ട് മനസ്സിനെ ആത്മാവിലെ കേന്ദ്രീകരിച്ച് ആ പടിപടിയായി ഉയർന്ന് നമ്മൾ സമാധി തലത്തിലേക്ക് ഉയരണം. At that time, there is no longer any danger of becoming engaged in the external conception of life. അപ്പൊ അങ്ങനെ ആ സ്ഥിതിയിൽ എത്തിയിട്ടുള്ള ഒരാൾക്ക് പിന്നെ ഭൗതിക തലത്തിലുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങള് നമ്മളെ ബോധറിയില്ല, നമ്മളെ ആക്രമിക്കില്ല. In other words, although one is involved with matter, as long as the material body exists, one should not think about sense gratification. നമ്മൾ ഈ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും കൂടിയിട്ട്, കാരണം നമ്മൾ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്, അപ്പൊ നമുക്ക് ഭൗതിക ശരീരം ഉണ്ടാവും. പക്ഷെ ഇങ്ങനൊരു വ്യക്തിക്ക് നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട, അതായത് ഭൗതിക ആഗ്രഹങ്ങള്, ഭൗതിക തലത്തിലെ ഇന്ദ്രിയ ഭോഗങ്ങളെ പറ്റിയിട്ട് ആലോചിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം ആൾറെഡി അവർ ട്രാൻസിലെത്തി കഴിഞ്ഞു. One should think of no pleasure aside from pleasure of the Supreme Self. അപ്പൊ നമ്മളുടെ ആ ആനന്ദം, സന്തോഷം എവിടെ ഇരിക്കണം? ഭഗവാനെ സേവിക്കുന്നതിൽ, ഭഗവാനെ ധ്യാനിക്കുന്നതിൽ കിട്ടുന്ന ആനന്ദമായിരിക്കണം സർവോ ഉപരിയായിട്ടുള്ളത്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളത്. One should think of no pleasure aside from pleasure of the Supreme Self. This state is easily attained by directly practicing Krishna consciousness.
അപ്പൊ ഈ തലത്തിലേക്ക് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുള്ള അഷ്ടാംഗ യോഗ ചെയ്യേണ്ട ആവശ്യമില്ല. സിംപ്ലി വളരെ സരളമായിട്ടുള്ള നാമസങ്കീർത്തന യജ്ഞത്തിലൂടെ, നാമജപത്തിലൂടെ ഈ തലത്തിലേക്ക് നമ്മൾക്ക് ഉയരാൻ പറ്റും കലികാലത്ത് എന്ന് പ്രഭാത അവിടെ പറയാം. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടാകാം? ഇല്ലെങ്കിൽ 26. യതോ നിശ്ചലതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമൈതാത് ആത്മന്യേവ വസംനയേത്. യതോ നിശ്ചലതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമൈതാത് ആത്മന്യേവ വസംനയേത്. കെ മംഗളമാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. 26. ഓം നമോ ഭഗവതേ വാസുദേവായ. യതോ നിശ്ചലതി മനശ്ചഞ്ചലം അസ്ഥിരം തതസ്തതോ നിയമൈതാത് നിയമൈതാത് ആത്മന്യേവം വശം നയേത്. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. യതോ നിശ്ചലതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമേത ആത്മന്യേവാവശം നയേത്. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യതോ നിശ്ചലതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമൈതാത്മന്യേവ വശം നയേത്. നിയമൈതാത്മന്യേവ വശം നയേത്. ഓക്കെ, ഹരേ കൃഷ്ണ. വിവർത്തനം ശിലപ്രഭാതർക്ക് ജയ. സ്വഭാവേന ശബലവും ചഞ്ചലവുമായ മനസ്സ് എവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നുവോ അവിടെ നിന്നെല്ലാം പിൻവലിച്ച് അതിനെ ആത്മാവിനെ അധീനമാക്കിക്കൊള്ളണം. ഹരേ കൃഷ്ണ. Very good. From wherever the mind wanders due to its flickering and unsteady nature, one must certainly withdraw it and bring it back under the control of this. നമ്മുടെ മനസ്സ് ചഞ്ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിനെ ഒരു സ്ഥലത്ത് പിടിച്ച് കെട്ടിടാൻ പറ്റില്ല അല്ലേ? എപ്പോഴും അതിനെന്താണ്? accepting rejecting അല്ലേ? അത് നമ്മൾ ചില കാര്യങ്ങൾ വിചാരിക്കും ചെയ്യാം അല്ലേ, നെക്സ്റ്റ് മോമെന്റിൽ പറയും വേണ്ട ചെയ്യണ്ട. മനസ്സാണ്. കാരണം എന്താണ്? ഫ്ലിക്കറിങ് ആണ്, അൺസ്റ്റഡി ആണ്. പോണോ? ഞാൻ പോവാം അല്ലേ. നെക്സ്റ്റ് മൊമെന്റ് മനസ്സ് പറയും ഇല്ലല്ല പോണ്ടേ, പോയാൽ ഇന്നെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ വീണ്ടും ആ മനസ്സ് പറയും അല്ലല്ല പോവാം. അപ്പൊ അങ്ങനെയുള്ള ഫ്ലിക്കറിങ് ആയിട്ടുള്ള മനസ്സിനെ നമ്മൾ വാണ്ടർ ചെയ്യാൻ സമ്മതിക്കരുത്. അതിനെ കേന്ദ്രീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളൂ, അതാണ് കൃഷ്ണ കോൺഷ്യസ്നസ്. അപ്പോൾ ബൈ നേച്ചർ നമ്മുടെ മനസ്സ് സ്ഥിരമല്ല. അതിങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും നമ്മൾ എത്ര തോട്ട്സ് ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത് നമുക്കറിയില്ല. ഓക്കെ, നമ്മുടെ മനസ്സിനെ നല്ലതും പറയും ചീത്തയും പറയും, യെസും പറയും നോ പറയും. പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ അയ്യോ അത് ചെയ്യരുതായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ പറയാമായിരുന്നു, ഇങ്ങനെ പറയാമായിരുന്നു. അതിൻ്റെ നേച്ചറാണ് അങ്ങനെ ഫ്ലിക്കറിങ് ആൻഡ് അൺസ്റ്റഡിങ്. അപ്പോൾ ആ നേച്ചറിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യണം. എന്നിട്ട് എവിടെ കേന്ദ്രീകരിക്കണം? സെൽഫിൽ. സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വന്തം ആത്മാവിൽ തന്നെ. ഫ്ലിക്കർ ചെയ്യാൻ സമ്മതിച്ചു കൊടുക്കരുത്. അപ്പൊ അതാണ് ഭഗവാൻ അർജുനൻ പറയുന്നത്. അർജുനൻ ഭഗവാനോട് പറഞ്ഞില്ലേ, ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാതി ബലഭദ്രണം തസ്യാഹം നിഗ്രം മഞ്ഞേ വായുർ ഇവാസു ദുഷ്കരം. മനസ്സ് വളരെ വളരെ ഫ്ലിക്കറിങ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിനെ പിടിച്ചു കെട്ടാനും അതിനെ കൺട്രോൾ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് വായുവിനെ തടുത്തു നിർത്താനുള്ള കഴിവുണ്ട്, പക്ഷെ മനസ്സിനെ തടുത്തു നിർത്താനുള്ള കഴിവില്ലാവോ കൃഷ്ണ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അഷ്ടാംഗ യോഗത്തിൽ അതില്ലാണ്ട് നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റില്ല. മനസ്സാണ് സെൻട്രൽ
പിവട്ട്. അപ്പോൾ ആ മനസ്സിലൂടെയാണ് നമ്മുടെ അഷ്ടാംഗയോഗം വിജയിക്കുകയോ പരാജയപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാവും. മനസ്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അഷ്ടാംഗയോഗം നടക്കില്ല. അപ്പൊ തിരിച്ച് വിഡ്രോ ചെയ്ത് അത് ആത്മാവിന്റെ അതിൽ ധ്യാനിക്കണം, ആത്മാവിനെ കേന്ദ്രീകരിച്ച് ധ്യാനിക്കണം. So the nature of the mind is flickering and unsteady, but a self-realized yogi has to control the mind. Mind should not control him. നമ്മൾ സാധാരണ ഇപ്പൊ ഇതിൽ പ്രഭാത എഴുതിയ പോലെ നമ്മുടെ മനസ്സിനോട് വിട്ടുകൊടുത്തിരിക്കുകയാണ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ. മനസ്സിന് കള്ളന്റെ കയ്യിൽ ചാവി കൊടുത്താൽ എന്തായിരിക്കും? അതേപോലെയാണ് മനസ്സിന് വിട്ടുകൊടുത്താൽ. അപ്പോ മനസ്സിനെ നമ്പിച്ചുകൂടാ. മനസ്സിനെ ആര് കൺട്രോൾ ചെയ്യണം? ഇന്റലിജൻസ്, ബുദ്ധി. So one who controls the mind and therefore the senses as well. അപ്പോൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യുക, ആ മനസ്സ് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഗോസ്വാമി അല്ലെങ്കിൽ സ്വാമി. ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, ഇന്ദ്രിയങ്ങളുടെ കൺട്രോളർ, അതാണ് ഗോസ്വാമി. And one who is controlled by the mind is called ഗോദാസ. അതായത് നമ്മൾ മനസ്സാൽ കൺട്രോൾ ചെയ്യപ്പെട്ടവരാണെങ്കിൽ, മനസ്സാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? ഗോദാസൻ, ഇന്ദ്രിയങ്ങളുടെ അടിമ, or the servant of the senses. A Goswami knows the standard of sense happiness. In transcendental sense happiness, the senses are engaged in the service of Rishikesha. Rishikesha സേവനം ഭക്തിരുച്ചതി എന്നാണ് പറയുന്നത്. ഋഷികേശ, അതായത് ഋഷികേശൻ ആരാണ്? ഭഗവാൻ. ഋഷികനെ പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാനാണ്, ഇന്ദ്രിയങ്ങളുടെ മാസ്റ്ററായിട്ടുള്ള ഋഷികേശനെ നമ്മൾ സേവിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ മനസ്സും എല്ലാം തൃപ്തിപ്പെടുന്നു. സുപ്രീം മാസ്റ്ററുടെ സെൻസസിനെ പ്രീതിപ്പെടുത്തുക. സുപ്രീം മാസ്റ്റർ, മാസ്റ്റർ ഓഫ് ദ സെൻസസ് ഋഷികേശൻ. എല്ലാവരുടെയും സെൻസസിന്റെ മാസ്റ്ററാണ് ഋഷികേശൻ. അപ്പൊ നമ്മൾ ഓരോരുത്തരും അവനവന്റെ ഇന്ദ്രിയങ്ങളെ നമ്മളുടെ സുപ്രീം മാസ്റ്റർ ആയിട്ടുള്ള ഋഷികേശനെ സേവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മനസ്സ് ചഞ്ചലിക്കില്ല, പതറില്ല. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ ഫുള്ളായിട്ടും കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. വാട്ട് ഈസ് മോർ, ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് പെർഫെക്ഷൻ ഓഫ് യോഗ. സോ ഹയസ്റ്റ് പെർഫെക്ഷൻ ഓഫ് യോഗ സർവീസ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്താൽ പിന്നെ എല്ലാം നടന്നു, യോഗ സക്സസ്ഫുൾ ആയി. പക്ഷെ ആ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് വരെ എന്താണ് യോഗ ലാഡർ? ആർക്കെങ്കിലും പറയാൻ പറ്റും? സമാധി വരെയുള്ള യോഗ ലാഡർ ആദോ ശ്രദ്ധ മുതൽക്ക് സമാധി വരെ ആർക്കാ പറയാൻ പറ്റുക? ആർക്കും അറിയില്ല. സാധുസംഖ്യയാണോ പ്രഭു? അതന്നെ. ശ്രദ്ധ, സാധുസംഘ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, രുചി, അല്ല സോറി, അത് ഓക്കെ, അതല്ല, അത് ശരി. ഞാൻ വിചാരിച്ചതല്ല ഈ യോഗാസന, അതെ, എന്താ പറയാ, നിയമാസന, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇതല്ല, മറ്റേത് ലേഡർ. സമാധി അവസാനം എന്ന് സമാധി. നിയമ ആസന പ്രത്യാഹാര, പ്രാണായാമ പ്രത്യാഹാര പറഞ്ഞിട്ടില്ല. അത് ആർക്കാ ഓർമ്മ? അതല്ലേ പറഞ്ഞത്? നിയമ ആസന പ്രത്യാഹാര, പ്രാണായാമം പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ആ സമാധി എത്തുക, അതാണ് പെർഫെക്ഷൻ ഓഫ് യോഗ പ്രാക്ടീസ്. അപ്പൊ സ്റ്റേപ്പ്. അപ്പൊ ആദ്യം തന്നെ നിയമങ്ങൾ പാലിക്കണം, ഡൂസ് ആൻഡ് ഡോൺസ്. പിന്നെ സിറ്റിംഗ് പോസ്റ്റേഴ്സ്, ആസന. ഓക്കെ, പിന്നെ ബ്രീതിങ് ടെക്നിക്സ്, പ്രാണായാമ, പ്രത്യാഹാര, വിഡ്രോയിങ് ദ സെൻസസ്, അല്ലേ, ധാരണ, പ്രിലിമിനറി സ്റ്റേജ് ഓഫ് മെഡിറ്റേഷൻ, ധ്യാന, പിന്നെ പ്രേമം.
അങ്ങനെ പ്രേമത്തിലെത്തിയെങ്കിൽ അത് ടോപ്പ് മോസ്റ്റ്. സോറി, പ്രേമല്ല, സമാധി. സമാധി സമാധി പറഞ്ഞാൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മനസ്സ് ആത്മാവിൽ കേന്ദ്രീകരിച്ച് ഇരിക്കുന്ന, അതായത് ഒരു എക്സ്റ്റേണൽ ചിന്തയും പാടില്ല. മനസ്സ് എക്സ്റ്റേണലായിട്ട് എവിടേക്കും വാണ്ടർ ചെയ്യാൻ പാടില്ല. നമ്മുടെ മനസ്സ് ഇപ്പൊ പല സ്ഥലത്തേക്കും പോയിട്ട് നമ്മളിത് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സ് പല സ്ഥലത്തേക്കും പോകുന്നുണ്ടാവും, ഇല്ലേ? ഇല്ലാന്ന് പറയുന്നുണ്ടോ? ഉണ്ട് പ്രഭുജി. യെസ് പ്രഭുജി. നമ്മൾ കേൾക്കുന്നുണ്ടാവും, ഫിസിക്കലി നമ്മൾ കേൾക്കുന്നുണ്ടാവും, അതും ട്രേസ് ചെയ്യണ്ടേ. ചില സമയത്ത് ആ സമയത്ത് തന്നെ നമ്മൾ അയ്യോ ഓഫീസിൽ എന്തായാലും, വീട്ടിലെന്തായിരിക്കും, കുട്ടികളുടെ എന്തായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തായിരിക്കും, ചിലപ്പോൾ മനസ്സ് നമ്മളറിയാതെ തന്നെ അവിടേക്ക് എത്തും. ചിലപ്പോൾ ചില കാര്യങ്ങളോ എന്തെങ്കിലും മറന്നുണ്ടാവും, ഓർത്തെടുക്കാൻ നമുക്ക് പറ്റിയില്ല, ഈ സമയത്തായി അത് ഓർമ്മ വരിക. നമ്മുടെ ഇവിടെ ഫിസിക്കലി ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ടേ, പക്ഷെ അതേ സമയത്ത് തന്നെ മനസ്സ് ടോട്ടലി അബ്സോർബ് ചെയ്തില്ലെങ്കിൽ ക്ലാസ്സിൽ പല സ്ഥലത്തേക്കും, ചില സമയത്ത് ക്ലാസ് വളരെ ബോറിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പം മനസ്സ് ഇവിടെ ഉണ്ടായിരിക്കില്ല. ഫിസിക്കലി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നെങ്കിലും മനസ്സ് വേറെ എവിടെയും സഞ്ചരിക്കും, അല്ലേ? അങ്ങനെ സംഭവിക്കാറില്ലേ? അതോ ടോട്ടലി അബ്സോർബ്ഡ് ആണോ നമ്മളൊക്കെ? അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞാലും ചോദിച്ചാലും ചില ആൾക്കാർക്ക് മനസ്സാവുന്നില്ല. കാരണം മനസ്സില്ല അവിടെ. ടോട്ടലി അബ്സോർപ്ഷൻ വേണം ഇങ്ങനത്തെ കാര്യത്തിൽ. ഇപ്പൊ കുട്ടികളൊക്കെ ഈ കാർട്ടൂണും ഇതൊക്കെ കാണുമ്പോൾ ടോട്ടൽ അബ്സോർപ്ഷൻ ആണ്. ഇപ്പൊ മൊബൈലൊക്കെ കൊടുത്താൽ അവര് വെടിയുടെ ശബ്ദം കേട്ടാലും കൂടി അവർ കേൾക്കില്ല, അത്ര അബ്സോർപ്ഷൻ ആണ്. അതേപോലെ ആയിരിക്കും നമ്മുടെ അബ്സോർപ്ഷൻ. ക്ലാസ്സിലായാലും ശരി, ചാറ്റിങ്ങിലായാലും ശരി, എന്തിലായാലും ശരി. അതാണ് ടോട്ടൽ കോൺസെൻട്രേഷൻ, 100% കോൺസെൻട്രേഷൻ. അതേപോലെ ആയിരിക്കണം ഇത്. അതുകൊണ്ടാണ് അപ്പോൾ എന്താണ് അത് മെയിനായിട്ടുള്ള എന്താണ് ലിംബെന്താണ്? പ്രത്യാഹാര. നമ്മളുടെ സെൻസ് ഒബ്ജക്ട്സിന് വിഡ്രോ ചെയ്യണം. എന്നാൽ പിന്നെ മനസ്സ് എവിടേക്കും പതറില്ല, എവിടെയും എൻഗേജ് ആവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവില്ല. So that is the way of bringing the senses under full control. What is more, that is the highest perfection of yoga. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പെർഫെക്ഷൻ യോഗ പ്രാക്ടീസിലെ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ് അർജുനൻ. ഓക്കെ, ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യഃ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णवी की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, इंथाय गो प्रेमानंद। हरे कृष्ण।